കളത്രം സീസൺ 2 ഭാഗം 1. നീളൻ വരാന്തയിൽ തൻ്റെ അന്നത്തെ കണക്കുകൾ ലാപ്ടോപ്പിൽ എൻ്റർ ചെയ്യുകയായിരുന്നു വിവേക്. കഴിഞ്ഞില്ലേടാ? കഴിഞ്ഞമ്മേ. അച്ഛൻ കിടന്നോ? പിള്ളേരുടെ കൂടെ കിടന്നതാ. ഉറക്കം പിടിച്ചെന്ന് തോന്നുന്നു. പകല് വാര്യത്തെ കൃഷിയെല്ലാം നോക്കുന്നില്ലേ, അതാവും നല്ല ക്ഷീണം. അച്ഛനോട് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ഇവിടെ 3-4 ജോലിക്കാരുണ്ട്. അവന്മാരിൽ ഒരാളെ കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നോ? അതൊന്നും അച്ഛൻ കേൾക്കില്ലെന്ന് നിനക്കറിയില്ലേ വിവേകേ? പിന്നെ ആ കൃഷിയെല്ലാം നിന്റെ അച്ഛൻ്റെ തന്നെയാ. അതിനെ പരിപാലിക്കുന്നതിന് ആ മനുഷ്യന് ഓരോ രീതികളുണ്ട്. തുളസിയമ്മ എന്ന് വരും? ഒന്നും പറഞ്ഞില്ല. മേനോന്റെ മൂത്ത മോൾക്ക് വിശേഷമുണ്ടെന്നറിഞ്ഞു പോയതല്ലേ. ഇനിയിപ്പോ ഉടനെ കാണില്ലായിരിക്കും. അതിന് അവരുടെ വീട്ടുകാരെല്ലാം അവിടെ ഇല്ലേ? അവളതിന് ആയയായിട്ടല്ല, അമ്മയായിട്ടാണ് പോയത്. സ്വന്തം മക്കൾക്ക് അവളെ ഇഷ്ടമില്ലെങ്കിലും സ്നേഹമുള്ള 2 പെൺമക്കളെ ഈ കല്യാണത്തിലൂടെ കിട്ടിയല്ലോ. വിവേക് അതിനൊന്ന് മൂളുക മാത്രം ചെയ്തു. എടാ, സത്യയുടെ പുതിയ ഫോട്ടോ എന്തോ വന്നിട്ടുണ്ടെന്ന് പിള്ളേര് പറയുന്നത് കേട്ടു. രണ്ടും കൂടി റീൽസ് എടുത്ത് കളിക്കുന്നതിനിടയിൽ അതൊന്ന് കാണിക്കാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ? നീ അതൊന്ന് എടുത്തു താ. നിന്റെ ഫോണിൽ കിട്ടില്ലേ? വിവേക് മൂളിക്കൊണ്ട് ബുള്ളറ്റ് ഗേൾ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്തു. ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു ചിത്രമാണ് പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത്. ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് മുഖം വ്യക്തമല്ല. എന്നാൽ ചില ചിത്രങ്ങളിൽ ഹെൽമെറ്റ് ഇല്ലാതെ പിന്തിരിഞ്ഞു നിൽക്കുന്നുമുണ്ട്. അതിൽ അവളുടെ നീണ്ട ചുരുണ്ട മുടിയുടെ അഴക് എടുത്തു കാണാം. ലേറ്റസ്റ്റ് ഫോട്ടോ ഗുഡ്ഗാവിലെ സുൽത്താൻപൂർ നാഷണൽ പാർക്കിൽ നിന്നുള്ളതാണ്. അവളുടെ പ്രിയപ്പെട്ട ബുള്ളറ്റ് ജെറ്റ് ബ്ലാക്കിനരികിൽ തിരിഞ്ഞു നിൽക്കുന്ന ചിത്രമാണ്. ഇവളെന്റെ മുഖം കാണിക്കാത്തത്? പണ്ടത്തേക്കാൾ നിറവും ഭംഗിയും ഇപ്പോഴുണ്ടല്ലോ. പിന്നെന്താണ്? ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജല്ലേ അമ്മേ. അവളിതിൽ സ്വന്തം പേര് പോലും ഇട്ടിട്ടില്ല. മുടിയൊക്കെ പിന്നെയും വളർന്നതുപോലെയുണ്ട്. കളർ ചെയ്തിട്ടുണ്ട് അല്ലേ വിവേകേ? വിവേക് മൂളി. പിള്ളേർക്കെല്ലാം ഇപ്പോഴിതെല്ലാം അല്ലേ ഫാഷൻ? വിവേക് ചിത്രത്തിലേക്ക് നോക്കി. സ്ലീവ്ലെസ് ടൂണിക് ടോപ്പിനൊപ്പം ജെഗിൻസ് ധരിച്ചിട്ടുണ്ട്. അവളുടെ കാലിൽ ടോപ്പിന് ചേരുന്ന വിധത്തിൽ സ്നിക്കേഴ്സ്. തലയിൽ ഒരു ഹാറ്റ് ഉണ്ട്. അത് ജെഗിൻസിന്റെ നിറത്തിലാണ്. നീണ്ട ചുരുണ്ട ഉള്ളുള്ള മുടിയാണ് അവളുടേത്. അത് ക്യാരമൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇടുപ്പിന് താഴെ വരെ അഴിച്ചിട്ടിരിക്കുന്നു. സാധാരണ അമ്മച്ചിക്കെട്ടാണ് അവളുടെ ഭാഷണം എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള 2 ചെറിയ കുരുപ്പുകൾ മുടി ഉച്ചിയിൽ വെച്ച് കെട്ടി നടക്കുന്നത് കാണാം. വിനിയും വിജിയും വന്നാൽ അവരും ഉണ്ടാകും അക്കൂട്ടത്തിൽ. പണ്ടൊക്കെ അവള് കൂടുതലും പാവാടയും ബ്ലൗസും മാത്രമായിരുന്നു ഇട്ടിരുന്നത്. മറ്റൊന്നും ഇടാൻ ആ സൂരജ് സമ്മതിക്കില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഇഷ്ടമുള്ള വേഷത്തിൽ നടക്കുന്നതിന്റെ സന്തോഷമുണ്ടാവും അല്ലേ വിവേകേ? അവൾ ഇവിടുന്ന് പോയതോടെ രക്ഷപ്പെട്ടു. സത്യത്തിൽ തുളസിയുടെ വാശിക്ക് അവൾ ഇവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ അതിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? നിന്റെ അച്ഛന് തുളസിയെ കുറ്റം പറയുന്നത് ഇഷ്ടമില്ല. എന്നാലും പറയാനുള്ളത് പറയാതിരിക്കാൻ വയ്യല്ലോ. സത്യയെ അവളുടെ അമ്മ വീട്ടുകാരുമായി അടുപ്പിച്ചിരുന്നെങ്കിൽ അതിന് നല്ലൊരു കുട്ടിക്കാലമെങ്കിലും കണ്ടേനെ. ഇനിയിപ്പോൾ പഠിപ്പും ജോലിയുമെല്ലാം ആയില്ലേ. പക്ഷേ തുളസിക്ക് ഇപ്പോഴും വാശിയല്ലേ. ആ ചെറുക്കനാണെങ്കിൽ കളക്ടറായെന്ന് കേട്ടു. അവനവളെ ഇഷ്ടമാണെങ്കിൽ തുളസിക്ക് സമ്മതിച്ചുകൂടെ? വെറുതെ വാശി കാണിച്ചിട്ട് അതിൻ്റെ ജീവിതം നശിപ്പിക്കും. അവള് വാക്ക് കൊടുത്തിട്ട് പോയതുകൊണ്ട് വിവാഹക്കാര്യത്തിൽ തീരുമാനം തുളസിയമ്മയുടേതാണെന്ന് വിനിയോട് പറഞ്ഞെന്ന് കേട്ടു. ഞാൻ കരുതി ആ വിശാൽ അവളെ കല്യാണം കഴിക്കുമെന്ന്. അത് നല്ലൊരു ചെറുക്കനായിരുന്നു. അവനും ഇപ്പോഴൊരു IPS കെട്ടിയില്ലേ? അതൊരു പാവം കുട്ടിയാണമ്മേ. ജിൻസി എന്നാണ് പേര്. അതിനൊരു അനിയൻ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും ഒക്കെ മരിച്ചതാണ്. അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നീ സൗഹൃദന്റെ കാര്യത്തിൽ തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ വിവേകേ. വിജിയെ ചോദിച്ചാണ് അവര് വന്നത്. സജിതയുടെ സഹോദരനാണെന്ന പേരിൽ നിനക്ക് അവനോട് ഇഷ്ടക്കേട് വല്ലതുമുണ്ടോ? നല്ലൊരു ബന്ധമാണ് മോനെ. എത്ര പറഞ്ഞാലും അവിടുത്തെ ആകെയുള്ള പെണ്ണിന്റെ ഓർമ്മകളാണ് നമ്മുടെ മക്കള്. അത് മറന്നു പോകരുത്. അവർക്കും അവകാശമുണ്ട്. പിന്നെ സൗഹൃദ് അറിഞ്ഞിടത്തോളം നല്ലൊരു പയ്യനാണ്. അവന് സ്വന്തമായി ബിസിനസ് ഉണ്ട്. വീടും മറ്റു സൗകര്യങ്ങളുമുണ്ട്. നീ ആലോചിച്ചു നോക്ക്. അത് കഴിഞ്ഞ് വിജിയോടൊന്നുകൂടി പറയാം. കുറെ വർഷം മുമ്പേ വന്ന ആലോചനയല്ലേ. ഇനിയേലും ഒരു തീരുമാനം പറയണം. മായമ്മ കാര്യമായി തന്നെ പറഞ്ഞു. വിവേക് ഫോണിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു. ഇനി ഫോണിൽ കുത്തിയിരിക്കാതെ പോയി കിടക്കാൻ നോക്കട ചെറുക്ക.
വെളുപ്പിനെ എഴുന്നേൽക്കേണ്ടതല്ലേ? മായമ്മ അവനെ ഓർമ്മപ്പെടുത്തിയ ശേഷം അകത്തേക്ക് പോയി. വിവേക് സത്യയുടെ ഫോട്ടോയിലേക്ക് ഒന്നുകൂടി നോക്കിയ ശേഷം ഫോണും ലാപ്പും എടുത്ത് അകത്തേക്ക് കയറി. ഗുഡ്ഗാവിലെ തന്റെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് സത്യ. കറുത്ത ഇടതൂർന്ന ചുരുണ്ട മുടിയിൽ നിന്ന് വെള്ളമിറ്റ് വീണവളുടെ കരിനീല ടോപ്പിന്റെ പിൻഭാഗം നനവ് പടർത്തുന്നുണ്ട്. പഴയ എണ്ണമെഴുക്കുള്ള മുടിയിൽ നിന്ന് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരമൽ ഹൈലൈറ്റ് നൽകിയത് അവളുടെ മുൻകാലത്തെ രൂപത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാക്കി. എങ്കിലും മുടിയുടെ നീളമോ കരുത്തോ നഷ്ടപ്പെടാതെ തന്നെ അവൾ പരിപാലിക്കുന്നുമുണ്ട്. അതിരാവിലെയുള്ള കുളിയും ഭക്തിയും അവൾ ഇന്നും കഴിവതും മുടക്കാറില്ല. കയ്യിൽ ചൂടുള്ള കോഫി നിറച്ച ഒരു കപ്പുണ്ട്. അവളുടെ നോട്ടം പുറത്തേക്കാണ്. സമയം 5:50. പുറത്ത് ഗോൾഫ് കോഴ്സ് റോഡിനു മുകളിൽ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഗ്ലാസ് ടവറുകളിൽ തട്ടി തിളങ്ങുന്നുണ്ട്. താഴെ പതിവ് നടപ്പും ഓട്ടവും തുടർന്ന് ചിലർ. ഇലക്ട്രിക് സ്കൂട്ടറുകൾ തലങ്ങും വിലങ്ങും പായുന്നുണ്ട്. ഒരു ഫുഡ് ട്രക്കിൽ നിന്ന് സ്മൂത്തി മിക്സറിന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ പടരുന്നു. ഈ തിരക്ക് പിടിച്ച നഗരത്തിന്റെ ഉണർവിൽ അവൾ കോഫി ആസ്വദിച്ചു കുടിച്ചു. കഴിഞ്ഞുപോയ 6 വർഷങ്ങൾ അവൾക്കൊരു സ്വപ്നം പോലെയാണ്. ദീർഘനിശ്വാസത്തോടെ അവളുടെ ചിന്തകൾ പിന്നിലേക്ക് പാഞ്ഞു. വാരീത്ത് വീട് അവളുടെ മനസ്സിൽ തെളിഞ്ഞു. ഒപ്പം അതിസുന്ദരിയായ തുളസി തീർത്ഥയുടെ മുഖവും. തന്റെ ബാല്യവും കൗമാരവും സൗഹൃദവും പ്രണയവും അടിമത്തവും വഞ്ചനയുമെല്ലാം ഒരു നിമിഷം അവളുടെ മനസ്സിൽ മിന്നിമാഞ്ഞു. ആ പടിയിറങ്ങിയിട്ട് 6 വർഷം. ഇതുവരെ ആ നാട്ടിലേക്ക് പോലും പോയിട്ടില്ല. പക്ഷേ എല്ലാവരുടെയും വിശേഷങ്ങൾ കൃത്യമായി അറിയുന്നുണ്ട്. ഒരു ഫോൺ കോളിനപ്പുറം പ്രിയ സൗഹൃദങ്ങളുണ്ട്. ഞാൻ കാണിച്ച വാശിയിലാണെങ്കിലും അമ്മയുടെ പുനർവിവാഹം ഒരു നല്ല തീരുമാനമായിരുന്നു. മേനോനച്ഛൻ എന്തിനും അമ്മയ്ക്ക് കൂട്ടായി നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, മൗഷ്മി ചേച്ചിയും ഗ്രീഷ്മ ചേച്ചിയും അമ്മയ്ക്ക് മക്കൾ തന്നെയാണ്. അവർക്കും സ്വന്തം അമ്മയെന്ന കരുതലും സ്നേഹവുമുണ്ട്. അന്ന് ഞാൻ രക്ഷിതേട്ടൻ്റെ ഒപ്പം നേരെ വന്നത് ബാംഗ്ലൂരിലേക്കാണ്. സിദ്ധി ചേച്ചിയും രക്ഷിയേട്ടനും ഞാനും ശംഭുവും ഡൽഹിയിലേക്ക് പോകുന്നത് ജേർണലിസത്തിന് ചേരാനായിരുന്നുവെങ്കിലും രക്ഷിയേട്ടന് പഴയ മോഹം പൊടിതട്ടി എടുക്കുവാൻ തോന്നി. അങ്ങനെ രക്ഷിയേട്ടൻ IAS കോച്ചിങ്ങിന് പോയപ്പോൾ സിദ്ധി ചേച്ചിയും പിന്നാലെ പോയി. ഞാനും ശംഭുവും ഞങ്ങളുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചില്ല. രജിത്തേട്ടൻ പറഞ്ഞതുപോലെ ആളൊരു ഡിജിറ്റൽ മീഡിയ സ്റ്റാർട്ടപ്പിൽ തന്നെ കാര്യങ്ങൾ തുടങ്ങി വെച്ചു. ആദ്യം ഏട്ടൻ്റെ ചില സുഹൃത്തുക്കളും ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും. ശരിക്കും അതൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. ഡൽഹിയിലെ 3 വർഷം ശംഭു എന്നെ മാറ്റിയെടുത്തെന്ന് തന്നെ പറയാം. അവനൊരു ട്രാവൽ ജങ്ക് ആയതിനാൽ ഞാനും പതിയെ അതിനെ ഇഷ്ടപ്പെട്ടു. അതൊരു പുതിയ ഗ്യാങ്ങിലേക്കുള്ള തുടക്കമായിരുന്നു. ഞങ്ങൾ ലേഡീസ് മാത്രമായി ഒരു ഗ്യാങ്. പിന്നീടുള്ള യാത്രകൾ അവർക്കൊപ്പമായിരുന്നു. അങ്ങനെയാണ് വിനിയും വിജിയും ജോയിൻ ചെയ്തത്. ഗ്രീഷ്മ ചേച്ചി നാട്ടിലുള്ളപ്പോൾ ചേച്ചിയും കൂടും. അനായാസമായി ബുള്ളറ്റ് ഓടിക്കുവാനും സ്വന്തമാക്കാനും കഴിഞ്ഞത് അവരുടെ കൂടെ കൂടിയതിൽ പിന്നെയാണ്. പണ്ടു മുതലേയുള്ള ഒരാഗ്രഹം സാധിച്ചെടുക്കുമ്പോൾ അനുഭവിച്ച നിർവൃതി ഇപ്പോഴുമുണ്ട്. മുഖം വ്യക്തമാക്കാതെ ബുള്ളറ്റ് കേളെന്ന ഇൻസ്റ്റയിൽ ഒരു പേജ് തന്നെയുണ്ട്. യാത്രകളിലെ ചിത്രങ്ങളും വീഡിയോകളും അതിലിടാറുണ്ട്. നല്ല ഫാൻ ബേസ് ഉള്ളൊരു പേജാണ്. തുടങ്ങിയപ്പോൾ അത്രയൊന്നും കരുതിയില്ല. ഒരു നേരം പോക്ക്, അത്രമാത്രം. അമ്മയും ജയേട്ടനും പലതവണ ഡൽഹിയിൽ വന്ന് കണ്ടിരുന്നു. ഒപ്പം മേനോനച്ഛനും ഉണ്ടായിരുന്നു. കൃഷ്ണ അമ്മയുടെ അരുമ ശിഷ്യ മാത്രമല്ല, തീർത്ഥം ഡാൻസ് സ്കൂളിന്റെ ഹൃദയമിടിപ്പാണ്. സൂര്യചേട്ടന് മാറ്റമൊന്നുമില്ല. വെള്ളമടിയും വഴക്കുമൊക്കെയായി മുന്നോട്ടു പോകുന്നു. ഒരിക്കലും നന്നാവില്ലെന്ന് ശപഥമെടുത്തതുപോലെയാണ് ആളുടെ പെരുമാറ്റം. ഇനിയും മാറാൻ ഉദ്ദേശമില്ലെങ്കിൽ കൃഷ്ണ ആ ബന്ധം വേണ്ടെന്ന് വെക്കുമെന്ന് അമ്മയൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് അവരുടെ ബന്ധമെന്ന് അറിയില്ല. മുമ്പ് കൃഷ്ണയോടുള്ള വാശിക്ക് ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞതോർക്കുമ്പോൾ ഇന്ന് ചിരി വരും. ഒഴിവു സമയങ്ങളിലോ ഏതെങ്കിലും പ്രോഗ്രാമുകൾക്ക് വേണ്ടിയോ മാത്രമാണ് ഞാൻ നൃത്തം ചെയ്യാറ്. അത്രമേൽ ഞാനും നൃത്തവും തമ്മിൽ അകൽച്ച വന്നിട്ടുണ്ട്. അല്ലെങ്കിലും അമ്മയുടെ നിർബന്ധം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തതായിരുന്നല്ലോ. അതൊന്നും എൻ്റെ ഇഷ്ടങ്ങളായിരുന്നില്ല. ഡിഗ്രി കഴിഞ്ഞപ്പോൾ മാസ്റ്റേഴ്സ് എവിടെ ചെയ്യണമെന്ന കൺഫ്യൂഷൻ തീർത്തത് ഗ്രീഷ്മ ചേച്ചിയാണ്. അങ്ങനെ ഞാനും ശംഭുവും UK പറന്നു. ആ 2 വർഷത്തിനിടയിൽ കുറേ മാറ്റങ്ങൾ വന്നു. രക്ഷിയേട്ടൻ IAS എടുത്തു. സിദ്ധി ചേച്ചി IPS എടുത്തു. രജിത്തേട്ടൻ്റെ ഷാഡോ ബ്രേക്കേഴ്സ് ക്ലിക്കായി. ഇപ്പോൾ കേരളത്തിലും ബാംഗ്ലൂരിലും ഡൽഹിയിലുമായി 3 ഓഫീസുകളുണ്ട്. ഞങ്ങൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ദ ഗാർഡിയനിൽ ഇന്റേൺഷിപ്പ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് SBയിൽ ജോയിൻ ചെയ്തതേയുള്ളൂ. ഇനിയാണ്
രജിത്തേട്ടനും മറ്റും പാതിയിൽ നിർത്തിയ ഒന്നിലേക്ക് എനിക്ക് കടക്കാൻ. 6 മാസം മുമ്പേ അവിചാരിതമായിട്ടാണ് അച്ഛൻ്റെ മാലയുടെ ഒപ്പമുള്ള പെൻഡന്റ് ഊരി വീണത്. അതിനുള്ളിൽ ചുരുട്ടി വെച്ചിരുന്ന പേപ്പർ പോലെയൊന്ന്, വളരെ സോഫ്റ്റും എന്നാൽ പ്ലാസ്റ്റിക് പോലെയുമായിരുന്നു അത്. ഒപ്പം വർക്ക് ചെയ്തിരുന്ന ആംഗ്ലോ ഇന്ത്യൻ സുഹൃത്ത് ഗ്ലോറിയയാണ് അതൊരു പേപ്പറാണെന്നും വർഷങ്ങൾ പഴക്കം വന്നാലും അതിലെ വിവരങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്നും പറഞ്ഞു തന്നത്. അത് ശരിയാണെന്ന് തനിക്കും തോന്നിയിരുന്നു. കയ്യിലെടുത്തിട്ടും സാധാരണ പേപ്പറിന്റെ പൊടിയൊന്നുമില്ല. ചെറുതായി വലിച്ചു നോക്കിയെങ്കിലും പൊട്ടിയതുമില്ല. സത്യ ആദ്യമായിട്ടാണ് അങ്ങനെയൊരെണ്ണം കാണുന്നത്. സീക്രട്ട് സൂക്ഷിക്കാൻ ഇങ്ങനെയൊരു മാർഗം സൂക്ഷിക്കുമെന്ന് ഗ്ലോറിയ പറഞ്ഞപ്പോഴാണ് സത്യയുടെ ചിന്തകൾ പ്രവർത്തിച്ചു തുടങ്ങിയത്. അതിലെല്ലാം കോഡുകളാണ്. ആദ്യമൊന്നും അവൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അച്ചമ്മ പറഞ്ഞിട്ടുള്ള അച്ഛൻ്റെ ബുക്ക് കളക്ഷനെ കുറിച്ച് ഓർത്തപ്പോൾ അതിലുണ്ടാവും താൻ തേടുന്നതെന്ന് അവൾക്ക് തോന്നി. അങ്ങനെയാണ് 2 മാസം മുമ്പ് അച്ചമ്മയുടെ മുറിയിലുള്ള അച്ഛൻ്റെ ബുക്ക് കളക്ഷൻ കൊറിയർ ചെയ്തു തരാൻ ജയേട്ടനോട് പറഞ്ഞത്. ജയേട്ടന് നല്ല സംശയമുണ്ടെങ്കിലും ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല. ഏതാണ്ട് 150 മുകളിലുണ്ടായിരുന്നു അച്ഛൻ്റെ കളക്ഷൻ. ഞാൻ ആ ബുക്കുകൾക്കിടയിൽ എൻ്റെ ഉത്തരങ്ങൾ തേടുമ്പോൾ ശംഭു പലവട്ടം കാര്യം ചോദിച്ചു വന്നിട്ടുണ്ട്. ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. അച്ഛൻ എനിക്കായി സൂചിപ്പിച്ച ഓരോ കോഡും ഓരോ ബുക്കിലെയും പേജുകളുടെ നമ്പറുകളായിരുന്നു. അതിലെല്ലാം ഒരു പുതിയ പേജ് അച്ഛനായി ചേർത്ത് വെച്ചിരുന്നു. ആ വിവരങ്ങൾ വാമൊഴിയായി കേട്ടിട്ടുള്ളവയാണ്. എന്നാൽ അവസാനം എഴുതി വെച്ച തെളിവ് അതെന്നെ തകർത്ത് കളഞ്ഞിരുന്നു. അവൾ മഗ് റെയിലിംഗിൽ വെച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി നിന്നു. ഫോട്ടോയിൽ മാത്രം കണ്ടു പരിചയമുള്ള തൻ്റെ മാതാപിതാക്കളുടെ മുഖം അവൾ ഓർത്തു. ഡി ശംഭു അവളുടെ തോളിൽ ഒരു അടി കൊടുത്തുകൊണ്ട് സത്യയുടെ ശ്രദ്ധയെ ആകർഷിച്ചു. അവളൊന്ന് ഞെട്ടിയെങ്കിലും അവനെ പല്ല് കടിച്ചുകൊണ്ട് നോക്കി. ഇത് സ്വപ്നം കാണുവാണോ? നീ എന്തോ ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. കുറേയായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താടി? ഒന്നുമില്ല ശംഭു. എന്തേലും കുരുക്കിൽ ചാടിയിട്ടും ഇങ്ങനെ തന്നെ പറയണം നീ. ദേ നിന്റെ ഫോൺ ചിലച്ചു തുടങ്ങി. രാവിലെ കത്തി വെച്ചിട്ട് വേഗം റെഡി ആയിക്കോ. ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വക. അയ്യടാ, ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെക്കുന്നതിന് ഇത്രയും ഭാരിച്ച വാക്കുകളൊന്നും പറയേണ്ട നീ. നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതിയടി. നിന്റെ ഉപ്പുമാവിനേക്കാൾ ഭേദമാണ്. ഈ കപ്പ് കൂടി കൊണ്ടുപോടാ. ഒന്ന് പോയേടി. ഞാനെന്താ നിന്റെ വേലക്കാരനോ? ശംഭു അവളെ പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് പോയപ്പോൾ സത്യ വേഗം ഫോൺ കയ്യിലെടുത്തു. തുടരും. ഹായ് ഓൾ. കഥാപാത്രങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്നിട്ടിരിക്കുന്ന റീൽസ് ഒന്ന് നോക്കണേ.